ഹലോ ഗായ്സ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ MBAയുടെ ഒരു പേപ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തമ്മിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ അങ്ങ് പോയാലോ. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ച് വന്നിരിക്കുന്ന പേപ്പർ നമ്മുടെ MBAയുടെ ഫസ്റ്റ് സെമ്മിലുള്ളൊരു പേപ്പറാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മാനേജീരിയൽ എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സ് പറ്റി പഠിക്കുമ്പോൾ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നൊരു ക്വസ്റ്റ്യനാണ് ആദ്യം വരിക. അപ്പോൾ ഈ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് മാനേജീരിയൽ എക്കണോമിക്സ്, വാട്ട് യു മീൻ ബൈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ രണ്ട് കാര്യം ആണ് മെയിനായിട്ട് വരുന്നത്. അതായത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള്, ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ അതിൽ വാട്ട് ഈസ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ആ രണ്ട് കാര്യം അറിഞ്ഞാലേ നമുക്ക് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് ഈസ് വാട്ട് ഈസ് എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ്, അതേപോലെ എന്താണ് മാനേജ്മെൻറ്റ്, ഇത് രണ്ടും അറിഞ്ഞാലേ നമുക്ക് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്താണ് എക്കണോമിക്സ് നോക്കാം നമുക്ക്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ societies use scarce resources to produce valuable commodities and distribute them among different people. അതായത് നമുക്ക് അത്രയും സ്കെയർ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ കോമോഡിറ്റീസ് അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, മറ്റുള്ള ഡിഫറെൻറ്റ് പീപ്പിളിലേക്ക് അതെങ്ങനെ എത്തുന്നു എന്നതിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ്. കുറച്ചും കൂടി നമ്മളൊരു ബിസിനസ് ടേംസിൽ പറയുമ്പോൾ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ സ്റ്റഡിയാണ്. എന്തിനെപ്പറ്റി? പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കെയർ റിസോഴ്സസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് അഗ്രസീവ് ലെവൽ, അതായത് മൈക്രോ ആൻഡ് മാക്രോ. അതായത് നമ്മളെ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ മൂന്ന് ടേം പ്രധാനപ്പെട്ടൊരു ടേമാണ് നമുക്ക് ബിസിനസ്സിലായാലും ഈവൻ എക്കണോമിക്സിലായാലും. അപ്പോൾ ഈ മൂന്ന് ടേമിനെയും ഇൻഡിവിജ്വലി സ്റ്റഡി ചെയ്യുന്ന, അതായത് ഇൻഡിവിജ്വലി ആയിട്ടും അഗ്രസീവായിട്ടും, മൈക്രോ എന്നാണെന്ന് അറിയാമല്ലോ. മൈക്രോ എന്ന് വെച്ചാൽ ഒരു നേരോ സ്റ്റഡിയാണ്, മാക്രോ എന്ന് വെച്ചാൽ വൈഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റഡിയും വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഈ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ഓഫ് organizing and allocating a firm resources to achieve its desired objective. അതായത് ഒരു ഫേമിലെ റിസോഴ്സസ് അതെങ്ങനെ എഫക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തും ആവാം. നമുക്കിപ്പോൾ റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ റിസോഴ്സസ് ആയി ഹ്യൂമൻ റിസോഴ്സസ് ആണ് മെയിനായിട്ട് നമ്മൾ മോട്ടീവ് ചെയ്ത് ആ ഒരു ഡിഫറെൻറ്റ് പീപ്പിളായിരിക്കും അവരെ നമ്മൾ ഒരു ടീം വർക്കിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അതായത് ആ ഒരു റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ക്ലബിംഗ് ആണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റും എക്കണോമിക്സും തമ്മിലുള്ള ഒരു ക്ലബിങ്. അതായത് അതിൻ്റെ ഒരു ഇത് നോക്കാം. Managerial economics is the application of economics principles and theories to business decision making. It helps managers make informed decisions by analyzing internal and external factors that affect business operation. അതായത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എക്കണോമിക്സിലെ തിയറി നമ്മൾ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതാണ് മെയിൻ ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജേഴ്സിന് ഒരു ഡിസിഷൻ എടുക്കും, അതായത് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവർ എക്കണോമിക്സിൻ്റെ ആ ഒരു തിയറി കൺസിഡർ ചെയ്യുന്നു. അതിലുള്ള തിയറിയും കാര്യങ്ങളും ഇപ്പോൾ എന്താ പറയുക, നമുക്ക് എക്കണോമിക്സിലുള്ളൊരു റിലേഷനാണ് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈയും കൂടുന്നു, അങ്ങനെ. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് എന്താ പറയുക, മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുന്നു. ആ ഒരു റിലേഷനാണ് ഇതിൽ വരുന്നത്. Okay, we discuss about what is managerial economics through what is management and what is economics. So next we
മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് മാനേജറിയൽ എക്കണോമിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ത് ഇതാണ് ചെയ്യുന്നത്? അപ്പോൾ അതിനൊരു 3 പർപ്പസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ അനലൈസ് ദ ബിസിനസ് പ്രോബ്ലം. അതായത് ഒരു ബിസിനസ്സിൽ കറൻ്റ്ലി ഉള്ള പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നു. അതായത് എന്ത് ചലഞ്ചസ് ആണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കറൻ്റ്ലി കമ്പനി ഫേസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്ത് ഗോൾസാണ് കറൻ്റ്ലി അച്ചീവ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇപ്പോൾ സെയിൽസിൽ കുറവോ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അത് അനലൈസ് ചെയ്യാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നു. രണ്ടാമത്തേതെന്ന് വെച്ചാൽ മേക്കിംഗ് ഇൻഫോംഡ് ആൻഡ് ലോജിക്കൽ ഡിസിഷൻ. ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡിസിഷൻ വേണമല്ലോ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നു. അതായത് ഒരു റെലവൻറ്റ് ഡാറ്റ വെച്ചിട്ട് ആ ഒരു ഡിസിഷൻസ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഒരു സെയിൽസിലൊരു നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത് സെയിൽസിൽ കുറവാണ്. അപ്പോൾ കറൻ്റ്ലി എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ, ഏതാണ് നമ്മളുടെ ഓപ്പോസിറ്റുള്ള പ്രൊഡക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റാണ് മാക്സിമൈസിങ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ എഫിഷ്യൻസി കൂട്ടിയിട്ട് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് കീ ഏരിയാസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻക്ലൂഡ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈസിങ്. നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിൻ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. ഈ ഒരു പ്രൊഡക്ഷനും അതിന് വേണ്ടി വരുന്ന കോസ്റ്റും അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ആ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇതിൽ. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസിഷൻ. നമുക്ക് കമ്പനിയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. റിസോഴ്സ് അലോക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ റിസോഴ്സ് എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നു. റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മളെ ബിസിനസ് ഫേമിലുണ്ടാകുന്ന റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. സോ അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ബേസിക് കൺസെപ്റ്റ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിലുള്ള ചില ബേസിക് കൺസെപ്റ്റ് ഫോർ വാട്ട് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ആകുന്ന ചില ബേസിക് കൺസെപ്റ്റാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ. അതായത് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഷുഡ് ഇവാലുവേറ്റഡ് ബൈ കമ്പയറിംഗ് ദ അഡീഷണൽ ബെനിഫിറ്റ് ആൻഡ് അഡീഷണൽ കോസ്റ്റ് ഇൻ എ ചേഞ്ച്. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ ആ ചേഞ്ച് വരുത്തുന്നതിന് മുന്നേ നമ്മുടെ പെർ മന്ത് കോസ്റ്റ് എത്രയാണ്, ആ ചേഞ്ച് വരുത്തുമ്പോൾ വരുന്ന നമ്മുടെ പെർ മന്ത് കോസ്റ്റ് എത്രയാണ്, അതേപോലെ തന്നെ ആ ചേഞ്ച് വരുത്തുന്നതിന് മുന്നേ നമ്മുടെ പെർ മന്ത് റവന്യൂ എത്രയാണ്, ആ ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ട് നമ്മളെ പെർ മന്ത് റവന്യൂ എത്രയാണെന്നുള്ളൊരു കമ്പാരിസണാണ് ഈ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. അതായത് ഇവിടെ പറയണമെന്ന് വെച്ചാൽ ഒരു കോഫി ഷോപ്പ് അവരുടെ ഒരു പുതിയ പേസ്ട്രി ലൈനും കൂടി ആഡ് ചെയ്യാനൊരു പ്ലാൻ ചെയ്യുകയാണ്. സോ അപ്പോൾ അവരുടെ ഈ പേസ്ട്രി ലൈൻ ആഡ് ചെയ്യുന്ന മുന്നേ അവരുടെ പെർ മന്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതേപോലെ തന്നെ പെർ മന്ത് റവന്യൂ എന്ന് പറഞ്ഞതും 0 ആണ്. ആഫ്റ്റർ ദാറ്റ് ദ പേസ്ട്രി ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 റുപ്പീസാണ്. അതേപോലെ തന്നെ ആ ഒരു പേസ്ട്രി ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. സോ അവർക്ക് 12,000 രൂപ പ്രോഫിറ്റാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കോഫി ഷോപ്പ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു റവന്യൂവിൻ്റെയും കോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ആ പേസ്ട്രി ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കോസ്റ്റിൻ്റെയും റവന്യൂവിൻ്റെയും ഒരു കമ്പാരിസൺ നടത്തിയപ്പോൾ നമുക്ക് പേസ്ട്രി ലൈൻ ആഡ് ചെയ്യുമ്പോൾ 12,000 റുപ്പീസ് പ്രോഫിറ്റാണ് അവിടെ കിട്ടുന്നത്. സോ അതാണ് ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിളിൽ ഡിസ്കസ് ചെയ്യണത്. ആ ഒരു കമ്പാരിസൺ ഇപ്പോൾ നേരെ മറിച്ച് അവിടെ ഒരു ലോസ് വരികയാണെങ്കിൽ നമുക്കപ്പോൾ അങ്ങനെ ഒരു മൂവ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പേസ്ട്രി ലൈൻ ഇടേണ്ട ആവശ്യമില്ല. സോ പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. ഇതാണ് ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിളിൽ പറയണത്. സോ നമുക്ക് ഇനി അടുത്ത ഒരു പ്രിൻസിപ്പിൾ നോക്കാം, അല്ലെങ്കിൽ അടുത്തൊരു കൺസെപ്റ്റ് നോക്കാം. അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതായത്
ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോഗോൺ വെൻ മേക്കിംഗ് എ ചോയ്സ്. നമ്മളൊരു ചോയ്സ് നടത്തുമ്പോൾ, അതായത് നമ്മളൊരു സംഭവം ചൂസ് ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു കുറച്ച് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാനായിട്ട് ഒഴിവാക്കപ്പെട്ട മറ്റുള്ളതിൻ്റെ ഒരു വാല്യൂ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ ഒന്നും കൂടി കത്തും. സോ ഇവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ലോഞ്ച് എ ന്യൂ ആപ്പ് വിത്ത് 20 lakh എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഓർ എക്സ്പെൻഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് വിത്ത് 15 lakh എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. 2 ഒരു ഓപ്ഷൻ ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏതിലൊരു നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായ 20 lakh ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ആ ഒരു 15 lakh ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ 20 lakh എടുക്കുമ്പോൾ നമുക്കിവിടെ നഷ്ടമായത് എന്താണ്? 15 ലക്ഷം ആ ഒരു പ്രോഫിറ്റാണ് നമുക്കിവിടെ ലോസ് ആയത്. നേരെ മറിച്ച് നമ്മൾ ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 20 lakh ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നഷ്ടമാക്കിയത്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു പ്രിൻസിപ്പിളാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതെന്താണെന്ന് ജസ്റ്റ് വായിക്കാം. ദ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് എ കോൺസെപ്റ്റ് in economics and finance that suggests the present value of future sum of money is less than its face value. This is because of money received today can be invested into earn interest, making it worth more than the same amount received in the future. അതായത് ഇത് പറയണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നൊരു 1 lakh rupees ഒരു ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിൽ, ചിലപ്പോൾ നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ഒരു 1,50,000 റുപ്പീസാണ് തിരിച്ച് കിട്ടുന്നതെങ്കിലും നമ്മൾ ഇന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് ആ ഒരു 1,50,000 റുപ്പീസ് ഇന്നത്തെ ഒരു 80,000 റുപ്പീസിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ മൂലം ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ കുറയാം. അതാണ് ഇവിടെ പറയുന്നത്. അതായത് എ റുപ്പി ടുഡേ ഈസ് വർത്ത് ദാൻ മോർ ദാൻ എ റുപ്പി ടുമാറോ. അതായത് ഇന്നത്തെ ഒരു 1 lakh റുപ്പീസ് ചിലപ്പോൾ നാളത്തെ ഒരു 1,50,000 റുപ്പീസിനേക്കാൾ കൂടുതലായിരിക്കും. അത് ഈ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും അതിൻ്റെ ഒരു കൺസെപ്റ്റ് പോലെ വരുന്ന കൺസെപ്റ്റാണിത്. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു 1 year കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ചിലപ്പോൾ ഇന്നത്തെ എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും. അതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് നോക്കാം. അത് ടൈം പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ടൈം കോൺസെപ്റ്റ്. It refers to considering the time of cost and benefit when evaluating alternative. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചിന് ചിന്തിക്കുമ്പോഴും നമ്മൾ എന്താ പറയുക, അത് ഷോർട്ട് ടൈം ആയിട്ടാണോ ലോങ് ടൈം ആയിട്ടാണോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ടൈംസ് ആയിട്ടാണോ വേണ്ടത് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ടൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഇത്. അതായത് നമുക്കിപ്പോൾ ഓൾട്ടർനേറ്റീവ് വാലുവേറ്റ് ചെയ്യുമ്പോഴായാലും അത് ഷോർട്ട് ടൈമിക്ക് വേണോ ലോങ് ടൈമിക്ക് വേണോ എന്നുള്ളൊരു ഇത്, അതിലൊരു 3 പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. ഷോർട്ട് ടേം, ലോങ് ടേം, ഇൻ്റർമീഡിയറ്റ് ടേം. ഇപ്പോൾ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യണത് എന്തായിരിക്കും? ക്വിക്ക് റിട്ടേണും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗെയിനും ആയിരിക്കും. അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നുള്ള ഗെയിനും അല്ലെങ്കിൽ എല്ലാം ക്വിക്കായിട്ടുള്ളൊരു ഇതായിരിക്കും. ലോങ് ടൈം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ ചിലപ്പോൾ 5 വർഷത്തിനാവാം, അങ്ങനെ അതാവാം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ കമ്പനി എക്സ്പാൻഡ് ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 year 2 year ആയിരിക്കില്ലല്ലോ, 5 year ആവാം, 10 year ആവാം. അത് ലോങ് ടേം ആണ്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് ടൈം എന്ന് വെച്ചാൽ ഒരു മിഡിലായിട്ട്, അതിലിപ്പോൾ ഷോർട്ട് ടൈമും പെടാം ലോങ് ടൈമും പെടാം. അതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയണത്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് കൺസെപ്റ്റാണ് ദ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. The equimarginal principle is an economic concept that states the rational decision maker will allocate resources in such a way that the marginal benefit or utility from the last unit used. അതായത് ഇത് വേറൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു ഡിസിഷൻ മേക്കർ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് മാർജിനൽ ബെനിഫിറ്റിനനുസരിച്ച് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു പ്രിൻസിപ്പളാണ് ഇത്, ദ ഇക്യു മാർജിനൽ പ്രിൻസിപ്പൾ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതായത് നമ്മളുടെ കയ്യിലൊരു 10 രൂപയുണ്ട്. നമുക്കപ്പോൾ സ്നാക്സിന് വേണ്ടി ആ 10 രൂപ സ്പെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ചോക്ലേറ്റും ഇഷ്ടമാണ്, സ്നാക്സും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ
രണ്ടും വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ 10 രൂപക്ക് ഇവിടെ അത് വാങ്ങിച്ചതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2 രൂപയുടെ 2 ചോക്ലേറ്റും 5 രൂപയുടെ ഒരു ബാഗ് ചിപ്സും പിന്നെ ഒരു ചോക്ലേറ്റും വാങ്ങിച്ചു. അപ്പോൾ ഈ 2 ചോക്ലേറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് 10 യൂട്ടിൽസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഒരു ബാഗ് ചിപ്സ് വാങ്ങിച്ചപ്പോൾ 8 യൂട്ടിൽസ് കിട്ടി. പിന്നെ 1 രൂപയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചപ്പോൾ 5 യൂട്ടിൽസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ചോക്ലേറ്റിൽ നിന്നാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടൈം അല്ലെങ്കിൽ ഇനി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റിന് കുറച്ചും കൂടിയും എന്താ പറയുക ഇത് കൊടുക്കും. കാരണം നമുക്ക് യൂട്ടിലിറ്റി കൂടുതൽ കിട്ടുന്നത് ചോക്ലേറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിക്ക് ഇത് ഇവൻ ഈ ഒരു സ്വീറ്റ്സിൻ്റെയോ ചിപ്സിൻ്റെയോ കേസ് വിട്ട് കുറച്ചും കൂടി ഇതായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർജിനൽ ബെനിഫിറ്റ് എവിടെ നിന്നാണ് കിട്ടണേ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ പറയുന്നത്. ഗൈസ്, നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കൺസെപ്റ്റിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കീ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. വളരെ എളുപ്പമായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു 7 സ്റ്റെപ്സ് ഉണ്ട്. ഈ 7 സ്റ്റെപ്സ് നമ്മൾ നോർമലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ എന്താ പറയുക സെയിൽസ് കുറവാണ്, അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോബ്ലം വന്നു. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്നുള്ള ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ എ ഡിസിഷൻ. അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഗാദർ ഇൻഫർമേഷൻ, കളക്ട് റെലവൻറ്റ് ഡാറ്റ ആൻഡ് ഫാക്ട്സ്. അതായത് ആ ഒരു പ്രോബ്ലത്തെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ്, അതെങ്ങനെ ഒക്കർ ചെയ്തു, എന്തൊക്കെയാണ് അതിനുണ്ടായിരുന്ന കാരണങ്ങൾ, അങ്ങനത്തെ ഇൻഫോർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ ഓൾട്ടർനേറ്റീവ്. അതായത് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ വഴികളുണ്ട്. ഐഡൻറ്റിഫൈ ദ ഓൾട്ടർനേറ്റീവ്, ജനറേറ്റ് പൊട്ടൻഷ്യൽ ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നാലാമത്തത് ആ ഓപ്ഷൻസ്, അതായത് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ആ കണ്ടുപിടിച്ച ഓപ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ഏതെടുത്താലായിരിക്കും നമുക്ക് കൂടുതൽ ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. SS പ്രോസ് കോൺസ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെത്തേഡ് എടുക്കുമ്പോൾ, ഇപ്പോൾ സെയിൽസ് തന്നെ പ്രശ്നം വന്നു, അപ്പോൾ നമ്മൾ വേറൊരു സെയിൽസ് ടെക്നിക്ക് എടുക്കുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ്, പ്രോൺസ്, കോൺസ്, അതേപോലെ അതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയുള്ളതാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ചൂസ് ആൻ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ. അതായത് നമ്മളെടുത്ത ഈ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ഒരു മെത്തേഡ് നമ്മളെ പ്രശ്നത്തിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പുട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ആ പ്ലാൻ ആക്ഷന് വേണ്ടി ഇട്ട് കൊടുക്കുക. എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന്. അടുത്തത് ലാസ്റ്റ് റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ്. നമ്മളത് ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഇതാക്കിയാൽ മാത്രം പോരല്ലോ, അതിനെ മോണിറ്റർ ചെയ്യുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ വിചാരിച്ച ഒരു പൊട്ടൻഷ്യൽ അതിന് കിട്ടുന്നുണ്ടോ. മോണിറ്റർ ഔട്ട്കംസ് ആൻഡ് അഡ്ജസ്റ്റ് ആസ് നീഡ്. ഇതാണ് ഈ 7 സ്റ്റെപ്പുകൾ. ഈ വളരെ എളുപ്പമായിട്ട്, അതായത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഇൻഫർമേഷൻ എങ്ങനെ ഒക്കർ ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതിന് വേണ്ടി വരുന്ന വഴികൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുക, ആ വഴികളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നല്ലതരം ചൂസ് ചെയ്യുക, ആ നല്ലതരം ചൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് റിവ്യൂ ചെയ്യുക. ഇതാണ് 7 സ്റ്റെപ്പുകൾ. വളരെ എന്താ പറയുക എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ അത് മിസ്സാക്കരുത്. അത്രയും എളുപ്പമുള്ളൊരു 7 സ്റ്റെപ്പാണ് കീ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളിപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാനേജറിയൽ എക്കണോമിക്സ് ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ ലാസ്റ്റായിട്ട് വരുന്നത് എത്ര ടൈപ്സ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് വരുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഇതൊരു ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ് ആണ്. അത് ഓവറോൾ എല്ലാ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഇതായി പോകുന്നുണ്ട്. അതായത് ലോങ് ടേം ഡിസിഷൻ എഫക്റ്റിംഗ് ഓവറോൾ ഡയറക്ഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സെഷനിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അതൊരു ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ് ആണ്. അടുത്ത് പറയുന്നത് ടാക്റ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു മീഡിയം ടേം ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈപ്പാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ചൂസിങ് മാർക്കറ്റിംഗ് ചാനൽസ് ഫോർ എ പ്രൊഡക്റ്റ്.
നമ്മളിപ്പോൾ ആ ഒരു ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റിന് മാർക്കറ്റിംഗ് ചാനലുകൾ ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടൈപ്പാണ് ഈ ടാക്റ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഒരു മീഡിയം ടേം ഡിസിഷൻ മേക്കിംഗ് ടൈപ്പാണ്. അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ അതിൽ വരുന്ന ഡിസിഷൻസ്, ഇതൊരു ഷോർട്ട് ടേം ആണതിൽ ഉൾപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെഡ്യൂളിംഗ് എംപ്ലോയിയുടെ ഷിഫ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക, അങ്ങനത്തെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഓപ്പറേഷണൽ ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് വൺ ഈസ് പ്രോഗ്രാംഡ് ഡിസിഷൻ മേക്കിംഗ്, റൊട്ടീൻ ആൻഡ് റെസ്പെക്റ്റീവ് ഡിസിഷൻ വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്. എന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയർ ഉണ്ടാവും, അതൊരു എന്താ പറയുക ഡേ ടു ഡേ റൊട്ടീനായിരിക്കും, അതിങ്ങനെ ഫോളോ ചെയ്തു പോകുന്ന ഒരു ടൈപ്പാണ് ഓപ്പറേഷണൽ ഡിസിഷൻ മേക്കിംഗ്, പ്രോഗ്രാംഡ് ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് വരുന്നത് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഈ പ്രോഗ്രാം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് അത് റൊട്ടീൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ഇതിനങ്ങനെ പ്രൊസീജിയർ ഒന്നുമില്ല, യുണീക്കായിരിക്കും, ഒരു അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, പെട്ടെന്ന് ഒക്കർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഇതായിരിക്കും. ഇപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ റെസ്പോണ്ടിങ് ടു എ സഡൻ ക്രൈസിസ്, ഇപ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഒരു പേഴ്സൺ ആയിരിക്കും, സിംഗിൾ പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ എ മാനേജർ ഡിസൈഡിങ് ഓൺ ഹയറിങ്. അപ്പോൾ മാനേജർ ഹയറിങ്ങിന് വേണ്ടിയുള്ള ഡിസിഷൻസ് എടുക്കുന്നു, അത് മാനേജർ മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബോർഡ്, കമ്പനിയുടെ ഒരു ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ടീമായിരിക്കും ആ ഡിസിഷൻസ് എടുക്കുക. അതായത് അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ബോർഡ് ഡിസിഷൻ ഓൺ കമ്പനി പോളിസിക്കായാലും അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബോർഡോ ടീമോ ആയിരിക്കും ഡിസിഷൻസ് എടുക്കുക. അതാണ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 7 ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അത് പെട്ടെന്ന് പഠിക്കാനായിട്ട് ചെറിയൊരു കോഡ് പോലെ ആക്കിയിട്ടുണ്ട് ഞാൻ. സ്റ്റോപ്നി, അതായത് STOPNG, അതായത് S for strategic decision making, T for tactical decision making, O for operational decision making, P for program decision making, N for non-program decision making, and I for individual decision making, and G for group decision making. ഇത്രേ ഉള്ളൂ നമ്മളെ ഈ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ നമ്മളെ ഇതിലെ എല്ലാ ടോപ്പിക്കും കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്കപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാം. നമ്മളപ്പോൾ ഈ വീഡിയോയിലൂടെ നോക്കിയത് MBAയുടെ ഒരു പേപ്പറായ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ കുറച്ച് ടോപ്പിക്സാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറച്ച് ടോപ്പിക്സാണ്. നമ്മളെ മൊഡ്യൂളിൻ്റെ പേര് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. നമ്മളതിൽ എന്താണ് എക്കണോമിക്സ്, എന്താണ് മാനേജ്മെൻറ്റ്, അതുവഴി എങ്ങനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് കീ ഏരിയാസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്, കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അടുത്തത് നമ്മൾ നോക്കിയത് ബേസിക് കൺസെപ്റ്റ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ നോക്കി. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും, നമുക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഇൻക്രിമെൻ്റ് പ്രിൻസിപ്പിൾ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ടൈം പെർസ്പെക്റ്റീവ് ആൻഡ് ദ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കി. നെക്സ്റ്റ് വന്നത് കീ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിലൊരു 7 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അത് നോക്കി. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങും നമ്മൾ നോക്കി. ഇത്രയേ ഉള്ളൂ ഈ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഗൈസ് ഫോർ ലിസണിങ് മീ. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ആ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു ഗൈസ്.